ഹലോ ഗായ്സ് അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമല്ല വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ആക്ച്വലി ഇതൊരു വിഷമം തന്നെയാണ്. ആരും മനസ്സിലാക്കാത്ത വിഷമമാണ് ഗൈസ്. എല്ലാവരും സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സ്ത്രീകളുടെ വിഷമം മാത്രമാണ് കാണുള്ളൂ. കാരണം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, സ്ത്രീകൾ പുറമെ ഇങ്ങനെ കരഞ്ഞു കാണിക്കുന്നുണ്ട്, അവരുടെ വിഷമങ്ങൾ കാണിക്കുന്നുണ്ടൊക്കെ സ്ത്രീകൾക്കാണ് വിഷമങ്ങളുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്ക് ഈ പറഞ്ഞ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് നമ്മളെപ്പോലെ തന്നെ അവരും മനുഷ്യരല്ലേ, അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് കല്ലെടുത്ത് വെച്ച പോലെയാണ് എല്ലാവരുടെ ഒരു ധാരണ. സ്ത്രീകൾ കരയുന്നവർക്ക് മാത്രമേ വിഷമമുള്ളൂ. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുറമേ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ്, അതായത് ഇപ്പോൾ വിഷമം കാണിച്ചാൽ ആ വിഷമം ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ഫോണിൽ വീഡിയോ ചെയ്യുന്നു, പക്ഷെ ഞങ്ങളുടെ 99% ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക, എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവർക്കായാലും എന്നെ മനസ്സിലാക്കുന്നവർക്കായാലും ഞാനത് പിന്നെ പറയുമ്പം അത് മനസ്സിലാകുന്നവരുണ്ടാവും. അപ്പം അവർക്ക് വിഷമം തോന്നിയെന്ന് വരാം. അല്ലാത്തവരായിരിക്കും അത് പരിഹാസ രീതിയിൽ എടുക്കും കേട്ടോ. അപ്പം മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സുള്ള ഒരാൾക്കാണെങ്കിൽ മാത്രമാണ് എന്താ പറയുക, വിഷമമായാൽ വിഷമത്തിൻ്റെ രീതിയിലും സന്തോഷമായ സന്തോഷത്തിൻ്റെ രീതിയിലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ വിഷമങ്ങൾ ആരും സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ റോള് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ, അതൊരു വേറൊരാണുണ്ടെങ്കിൽ, അതിപ്പം ഒരു അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും അവരുടെ ഭാഗത്തേക്ക് എല്ലാ ചുമതലയും കൂടി ഫാമിലി അങ്ങോട്ട് വെച്ചു കൊടുക്കും. നീയാണ് ഈ കുടുംബത്തിലെ ആൺതരി, അപ്പം നീ വേണം ഈ കുടുംബം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നീ വേണം എല്ലാ കാര്യങ്ങളും, നിന്റെ അനിയത്തിൻ്റെ ആയാലും ചേച്ചീൻ്റെ ആയാലും അമ്മേൻ്റെ ആയാലും ഒക്കെ കാര്യങ്ങളായാലും നോക്കി നടത്താൻ തന്നെ അവർക്ക് ഭയങ്കര ഫാമിലീൻ്റെ പ്രഷർ തലയിലേക്ക് കൊടുക്കും. ഇപ്പം ഒരു അച്ഛനായാൽ തന്നെ, അച്ഛനാണെങ്കിലും ആ ഫാമിലീൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താ പറയുക, ഫാമിലീനെ നോക്കണം, മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ ഒരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ തന്നെ നോക്കണ്ടേ. അപ്പം ഈ ആണുങ്ങളുടെ വിഷമം എന്ന് പറയുന്നത് അവർ പുറത്ത് കാണിക്കാത്തതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അവർക്ക് വിഷമം ഇല്ല എന്നുള്ളൊരു രീതിയാണ്. ഇപ്പോൾ വീട്ടിലുള്ളവർക്കായാലും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊന്ന് സമാധാനിപ്പിക്കുമ്പോൾ നമ്മളോർക്കും ഇവർക്ക് ഒരു വിഷമവും ഇല്ല, അതിൽ എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് നടക്കുമെന്ന് നോക്കും. പക്ഷെ അവരുടെ മനസ്സും വിഷമവും നമ്മളെക്കാളും ഇരട്ടിയായിരിക്കും. പക്ഷെ അവരത് പുറത്ത് കാണിക്കില്ല. അവർ എന്താ പറയുക, നമ്മൾ ആരില്ലാത്ത സമയത്ത് അവരിരുന്ന് വിഷമിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരത് പുറത്ത് കാണിച്ചെന്നറിയോ, കൂടെയുള്ളവരും കൂടി അതിലും ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് നമുക്കൊരു ധൈര്യം തരാൻ വേണ്ടി അവരെന്താക്കുന്നറിയോ, പുറത്ത് കാണിക്കാതെ നമുക്ക് ധൈര്യം തരാൻ വേണ്ടിയിട്ട് അവരത് ഉള്ളിൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഓർക്കും ഇവർക്ക് ഒരു വിഷമവും ഇല്ലാന്ന് ഓർക്കും. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ വിഷമിക്കുന്നത് ആ വീട്ടിൽ ഉള്ള നമ്മുടെ ആൺതരികളായിരിക്കും ഗൈസ്. എന്തോ അങ്ങനെയുള്ള ആൺതരികളില്ലേ, അതെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തില് പൊട്ടിത്തെറിച്ച് കരയുവാന്നോർക്ക്, അതെ, അപ്പോഴേക്കും പറയും നീ ഒരു ആണല്ലേ. അതന്നെ, അവര് പൊട്ടിത്തെറിച്ച് ചിലപ്പോ നമുക്ക് മനുഷ്യന്മാരാണ് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വിഷമം വന്ന് അവരെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന നിനക്ക് നാണമില്ലേ, നീ ഒരു ആണല്ലേ, നീ എന്താ അവരൊരു മനുഷ്യനല്ലേ, ആണ് പെണ്ണെന്നുള്ള ഒരു ഇതില്ല. കാരണം അവരൊരു മനുഷ്യനല്ലേ, അവർക്ക് ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കുള്ള അതേ ഇമോഷൻസ് അവർക്കും ഉണ്ട്. അപ്പം പിന്നെ അവര് കുറെ ഹോൾഡ് ചെയ്യുന്നു. അവര് കുറച്ചും കൂടി പിടിച്ചു വെക്കുന്നു. നമുക്കും അങ്ങനെ ആകാം, നമ്മളങ്ങനെ ആവാത്തോണ്ടാണ്, നമുക്കും അങ്ങനെ ആകാം. അപ്പം കുറെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പാഠം നമ്മൾ പഠിക്കും. അപ്പം അപ്പോഴേയും കാര്യം പറയാം, അയ്യേ നീ ആണല്ലേ, നീ ഇങ്ങനെ കരയാൻ പാടില്ല. അപ്പോഴേക്കും അവരെ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കരയരുത്, പക്ഷെ നമുക്ക് കരച്ചിൽ വന്നാൽ നമ്മൾ കരയണം. കാരണം ഇമോഷൻസ് ഒരിക്കലും നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കരച്ചിൽ എപ്പോഴും കരയുന്നതും നല്ലതല്ല, എല്ലാവരുടെ മുമ്പിൽ നമ്മൾ കരയാനും പാടില്ല. ഇപ്പൊ നമുക്കൊരു സ്വകാര്യ സ്ഥലം മീൻസ് ഇപ്പൊ ബാത്റൂമിൽ പോയിട്ട് നമുക്കിരുന്ന് കരയാം. എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഒരിക്കലും കരയണമെന്ന് ഞാൻ പറയില്ല. കാണിച്ചോട്ട് കരയുന്ന അത്ര നല്ലതല്ല. കാരണം നമ്മുടെ കരച്ചിൽ കണ്ട് സന്തോഷിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കരഞ്ഞു പോകും. അതൊരു സിറ്റുവേഷൻ നമ്മൾ ഓർക്ക് പോലും. അതെ, നമുക്ക് കണ്ണീരറിയാതെ വന്ന് ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ പിന്നെ ചാടിക്കൊണ്ടിരിക്കും. അതൊരു പ്രശ്നമാണ്. കുറെ പേരുണ്ട്. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മുടെ കണ്ണീര് വന്ന പോലെ തിരിച്ചു കയറും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എന്താ പറയാ, അങ്ങനെ കരയുമ്പോഴേക്കും അവരോട് നീ ആണല്ലേ, നീ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്
മനസ്സിലായില്ലേ? അപ്പോഴേക്കും അവര് എന്താ പറയാ, ഒരു തളർത്തുന്ന രീതിയിൽ, മനസ്സിലായല്ലോ? ആണുങ്ങൾക്ക് അറിയാനും വിഷമിക്കാനും ഒന്നും പാടില്ല. അവരിങ്ങനെ കല്ലായിട്ട് ഇങ്ങനെ ഒരു പ്രതിമ പോലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചുമതല എടുത്ത് ആരോട് വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും പറയാതെ എല്ലാം അവര് സഹിച്ച് എങ്ങനെയാണോ ചെയ്തോളണം. അതന്നെ. നമുക്കിപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അമ്മേനോടും ചേച്ചിനോടും ചേട്ടനോടും ഒക്കെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഈ ആണെന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ ചേട്ടനായാലും അച്ഛനൊക്കെ ആയാലും അവർ നമ്മളെ സമാധാനിപ്പിക്കും. പക്ഷെ അവരുടെ വിഷമങ്ങൾ അവർ ആരോട് പറയും, ഇല്ലേ? നമ്മള് ഇപ്പൊ കേൾക്കുവാണെങ്കിൽ അയ്യോ നിങ്ങളൊരാണല്ലേ നമ്മൾ പറഞ്ഞ് തള്ളിവിടും. പക്ഷെ അവരുടെ വിഷമങ്ങൾ അവർ ആരോട് പറയും? അപ്പൊ അവർക്കല്ലേ ഏറ്റവും കൂടുതൽ എന്താ പറയാ മനസ്സിൽ വെക്കാനുള്ള ഒരു ധൈര്യം ഉള്ളത്. എനിക്കൊക്കെ എന്തെങ്കിലും വിഷമം എനിക്കൊരാളോട് പറഞ്ഞില്ലെങ്കിൽ അത് പറ്റില്ല. പറഞ്ഞാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. പക്ഷെ ഈ ആണുങ്ങൾ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, അവരുടെ ഉള്ളിൽ തന്നെ അവരത് വെക്കും. അത് ഉള്ളിൽ വെച്ച് അവര് തന്നെ അതിനെ ഹീൽ ചെയ്യും, അല്ലേ? ഷെയർ ചെയ്യും. പിന്നെ എല്ലാ കാര്യം നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനും പറ്റില്ല കേട്ടോ. അതിപ്പോ ഞാനായാലും അതെ, എനിക്ക് എല്ലാ കാര്യം എല്ലാവരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലിട്ട് നമ്മൾ തന്നെ അതിന്റെ മുറിവ് നമ്മൾ ഉണക്കണം. അല്ലാതെ ആരോട് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സമാധാനം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനൊക്കെ അത് അങ്ങനെയാ. നമുക്ക് ഒരാളോട് പറഞ്ഞെന്ന് ഓർത്തിട്ട് നമുക്ക് മുക്തി നമുക്ക് കിട്ടില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമുക്ക് തന്നെ അത് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആൺകുട്ടികളായാലും വഴിതെറ്റി പോകുന്ന കുറേ പേരുണ്ട്. ഇപ്പൊ മുടി നീട്ടിയ ആണുങ്ങളെ കണ്ടാല്, ഇവിടെ സ്റ്റഡടിച്ചവരെ കണ്ടാലൊക്കെ നമ്മൾ പറയാം അവൻ കള്ളാണ്, അവൻ കഞ്ചാവാണ്, അവൻ എമ്മാണ്, ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ നടക്കുന്നവരും ഉണ്ടാവും, അങ്ങനെ നടക്കാത്തവരും ഉണ്ടാവും. ഇങ്ങനെ വേറൊരു ചീത്ത വഴിയിലേക്ക് പോകുന്ന ആണുങ്ങളെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ആയ കാലത്ത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, അവര് എന്താ പറയാ, അവർക്ക് നമ്മൾ ഫ്രണ്ട്സിന്റെ സർക്കിൾ എന്ന് അറിയാലോ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എനിക്ക് സിംഗിളായി നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, ഇരട്ടയ്ക്കാണെങ്കിൽ ഇരട്ടയ്ക്ക്, ആ ഒരു രീതിയിലാണ്. പക്ഷെ എന്നെ പോലെ ആവണമെന്നില്ല എല്ലാവരും. ഇപ്പൊ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ഉണ്ടാവും. അപ്പൊ ആ സർക്കിളിന്റെ ഉള്ളില് എന്താ പറയാ, ഇപ്പം കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര പണക്കാരാന്ന് ഓർക്ക്. അപ്പൊ അതിനകത്ത് ഒരുത്തൻ മാത്രം കുറച്ച് പാവപ്പെട്ടവനാണ്. അപ്പൊ അവന് എന്താ പറയാ, അവരുടെ പിടിച്ചു വെക്കാൻ വേണ്ടി ഒന്നും കയ്യിലില്ലെങ്കിൽ അവര് കളിയാക്കാൻ തുടങ്ങും ഫ്രണ്ട്സ്. അയ്യേടാ നിനക്ക് ഇതില്ലടാ, ഡ്രസ്സ് ഇല്ലേടാ, നിനക്ക് അതില്ലടാ, ഇതില്ലടാ. എന്നോടൊക്കെ എങ്ങനെ പറഞ്ഞാൽ നീ പോയി പണി നോക്കടാന്ന് ഞാൻ പറയും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ ഇവരൊരു സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലേ ബാബാജി? അപ്പം അത് അവരുടെ വീട്ടിലെ സാഹചര്യം കാരണം അവർക്ക് ഇല്ലാതാകുമ്പം ഒരു വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഒക്കെ കുറെ കൂടുതലുണ്ട്. പല വഴിക്കും ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് പറഞ്ഞാല് പാരന്റ്സ് അത് ചെവിക്കൊണ്ടെന്ന് വരില്ല. അവര് ഇപ്പൊ നീ പഠിക്കാൻ പോടാ, നീ ഇതിന്റെ ഇടയ്ക്ക് എന്താ പൈസക്ക് നിനക്ക് അതിന് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പൈസ ഇതാക്കണം. പാരന്റ്സും പ്രത്യേകിച്ച് ആൺപിള്ളേരെ ശ്രദ്ധിക്കണമെന്നില്ല. കാരണം അവരെ കേൾക്കില്ല ആരും. അവര് പറയാൻ വന്നാലും അവരെ അവോയ്ഡ് ചെയ്ത് വിടും. അവരെ കേൾക്കില്ല. പെൺകുട്ടികൾക്ക് മാത്രമേ വിഷമമുള്ളൂ എന്നുള്ളൊരു രീതിയാണ്. ആൺകുട്ടികളുടെ വിഷമോ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാളിരിക്കില്ല. അപ്പൊ അവരെന്താക്കും, അവരുടേതായ വഴി അവർ ചൂസ് ചെയ്യും, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി. അങ്ങനെ അവര് വഴിതെറ്റി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നടക്കും, ഇഷ്ടമുള്ള രീതിയിൽ പൈസ കൺട്രോൾ ചെയ്യാൻ വരുന്നില്ല. കാണുമ്പോ പിന്നെ അങ്ങനെ പോകും. അങ്ങനെ അവര് അവരുടെ വഴി തെറ്റി പോകും. അപ്പൊ ഓരോരുത്തരും നമ്മൾ പറയുന്നത് അവൻ കഞ്ചാവാണ്, അവൻ അങ്ങനെ അടിച്ചു പിടിച്ചു, നമുക്ക് ഒരാളെ കുറ്റം പറയാം. അവരെ അവൻ കൊന്നു, അവൻ അങ്ങനെ ചെയ്തു നമുക്ക് പറയാം. പക്ഷെ അവരങ്ങനെ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ലൈഫാണ് അവരെ അങ്ങനെ ആക്കിയത്. ഈ സൊസൈറ്റി ചിലപ്പം അവരങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഒരിക്കലും അതന്നെ കുറ്റം പറയാൻ പറ്റില്ല അവരെ. പക്ഷെ അവർ ചെയ്തത് തെറ്റാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അവരുടെ ആയ കാലത്ത് അവരൊരാളെങ്കിലും അവർക്ക് എന്താ പറയാ നേർവഴി കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് അങ്ങനെ ആവില്ലായിരുന്നു. ഇനിയിപ്പോ നേർവഴി കാണിച്ചിട്ട് അവർ നന്നായില്ലെങ്കിൽ അത് അവരുടെ ഫാൾട്ട്. അതെ, ഇത് പാഷനാക്കി എടുക്കുന്നവരുണ്ട്. എല്ലാ തെമ്മാടിത്തരങ്ങളും പാഷനാക്കി എടുത്ത് ചില്ലടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്, ബഹുജനം പലവിധം. അല്ലാതെ ഇപ്പൊ സാഹചര്യം കാരണം മാറിപ്പോകുന്നവരും ഉണ്ട്. അതന്നെ. അപ്പം എല്ലാ ടൈപ്പിലും ഓഫ് ആൾക്കാർ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈ ചുറ്റുവട്ടത്തും നമ്മുടെ ഇടയിലും കൂടി ജീവിക്കുന്നുണ്ടല്ലോ. അപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല വിഷമം ഉള്ളത്, ആണുങ്ങൾക്ക് നമ്മളെക്കാളിന്റെ ഇരട്ടി വിഷമം അവരും അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ വന്നത്. കാരണം അവരുടെ മനസ്സൊരിക്കലും ആരും കാണില്ല ഗൈസ്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ വേണം. നമുക്ക് എല്ലാവരോടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവരുടെ വിഷമങ്ങൾ നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ പറ്റി പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മളൊരാളെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ,
അത് വലിയൊരു കാര്യമാണ്. അവര് എന്താ പറയാ, അവർ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തില് നമ്മൾ അവർക്കൊരു ആശ്വാസം കൊടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവർ പറയില്ല അല്ലേ, അവർ പറയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരെ ഒഴിഞ്ഞു മാറും. കാരണം അത് കേൾക്കുമ്പോൾ നമുക്കും കൂടി വിഷമാവെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ ഓർക്കുക നമ്മളുടെ ഇരട്ടി വിഷമം അവരും അനുഭവിക്കുന്നുണ്ട്. നമ്മളും അത് കേട്ടിട്ട് എന്താക്കുക, നമ്മുടെ വിഷമങ്ങൾ എല്ലാവരും കേൾക്കുന്നില്ലേ. അപ്പം പിന്നെ അവര് ദേഷ്യം കാണിക്കുന്നത് അല്ലേ, ചിലരൊക്കെ ഭയങ്കര ഭൂരിഭാഗം ആൾക്കാരതെ ഭയങ്കര ദേഷ്യം കാണിക്കുന്നവരുണ്ടാവും. അവര് ഉള്ളി വിഷമം വെച്ചിട്ട് പുറമേ ദേഷ്യം കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അല്ലാത്തവരുണ്ട് കേട്ടോ, വെറുതെ വീട്ടിൽ വന്നിട്ട് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ അടി കൂടിയിട്ട് ഒക്കെ വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹുജനം പലവിധം, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് എന്താ പറയാ, ഓരോരുത്തരുടെ സ്വഭാവം കണ്ടിട്ട് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും. ഞാനിപ്പോൾ പറയുന്നതൊന്നുമല്ല, ആണുങ്ങൾക്കും ഈ പറഞ്ഞ പെണ്ണുങ്ങളെ പോലെ തന്നെ വിഷമങ്ങൾ ഇരട്ടിയായിട്ടുണ്ട്. ചുമതലകൾ വരുമ്പോഴും ചുമതലകൾ അല്ലേ, കുറെ ഭാരങ്ങൾ തലയിൽ ഇങ്ങനെ എന്താ പറയാ വരുമ്പം അവർക്ക് ആ പ്രഷർ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ എന്താ പറയാ അതും ചുമന്ന് അല്ലേ, തലയ്ക്ക് തീ പിടിച്ച് ഓരോ കാര്യങ്ങളും ഫാമിലി മനസ്സിലാക്കില്ല. അവർ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്യുമ്പോഴും തള്ളി പറയും. അപ്പോഴും കൂടി ആകുമ്പോ അവരവിടെ തകർന്നു പോവില്ലേ അല്ലേ. അവരോർക്കും പിന്നെ ഞാൻ എന്തിനാ എന്റെ ഫാമിലിക്ക്. പക്ഷെ എങ്കിലും നമ്മുടെ ഫാമിലി നന്നായി പോണെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്നും ഫാമിലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് ആരും കാണുന്നില്ല. നമ്മളിപ്പോ ഭൂരിഭാഗം പേരുടെ ഫാമിലി എടുത്താൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം അത്, അവരുടെ വിഷമങ്ങൾ ആരും കാണുന്നില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക ഗൈസ്.